ഹലോ ഫ്രണ്ട്സ്, JK സോളാർ പവർ സിസ്റ്റംസിന്റെ മറ്റൊരു പുതിയ സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോയിലേക്ക് ആയിരുന്നു സ്വാഗതം. ഞാൻ ജിബിൻ. ഇന്ന് നമ്മളിവിടെ ഒരു 5 കിലോവാട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് ആണ് പരിചയപ്പെടുന്നത്. ഹൈബ്രിഡ് സിസ്റ്റംസ് നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ 3 കിലോവാട്ട്, 5 കിലോവാട്ട്, 10 കിലോവാട്ട് ഇൻസ്റ്റലേഷൻസ് നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഹൈബ്രിഡ് സിസ്റ്റത്തെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് അത്തരത്തിലുള്ള വീഡിയോസ് എടുത്ത് കാണാവുന്നതാണ്. നമുക്കറിയാം, സോളാറിൽ 3 ടൈപ്പാണ് സോളാർ പവർ പ്ലാന്റുകൾ ബേസിക്കലി ഉള്ളത്. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺ ഗ്രിഡ് സിസ്റ്റം ഉണ്ട്. പിന്നെ കുറേ അധികം പഴക്കമുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ഉണ്ട്, ബാറ്ററി വെച്ച് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന സിസ്റ്റം. ഇനി ഈ രണ്ട് സിസ്റ്റങ്ങളുടെയും കൂടെ എല്ലാ അഡ്വാൻറ്റേജും ഒരുമിച്ച് നമുക്ക് കമ്പൈൻഡ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റംസ് ഉണ്ട്. ഓഫ് ഗ്രിഡിൻ്റെയും ഓൺ ഗ്രിഡിൻ്റെയും എല്ലാ ഗുണങ്ങളും കിട്ടും. എന്നാൽ ഈ രണ്ടിൻ്റെയും ഡ്രോബാക്സ് നമുക്ക് അവിടെ ഓവർകം ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്തായാലും നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണിച്ചിരിക്കുന്ന പോലെ 630 വാട്ട്സ് പീക്ക് വരുന്ന ടോപ്പ് കോൺ ഗ്ലാസ് ടു ഗ്ലാസ് ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ് 10 എണ്ണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 6.3 കിലോവാട്ട് നമുക്കിവിടെ കണക്റ്റഡ് കപ്പാസിറ്റി കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത്രയും പാനൽ കൂട്ടി വെക്കാനുള്ള കാരണം നമുക്ക് മഴക്കാലങ്ങളിലൊക്കെ ആവറേജ് പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ 2 സ്ട്രിങ് ആയിട്ടാണ് നമ്മൾ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. മുൻപോട്ടുള്ള വീഡിയോസൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. JK സോളാർ പവർ സിസ്റ്റംസ് എന്നുള്ളത് കോട്ടയം ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോളാർ ഇൻസ്റ്റലേഷൻ കമ്പനിയാണ്. നമ്മൾ സോളാർ മാത്രമല്ല, ഇലക്ട്രിക്കൽ കൺസൾട്ടേഷൻ ടീമാണ്. B-class ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ് ആണ്. ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇവിടെ ഇത്തരത്തിലാണ് സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫുൾ ലെങ്തിലാണ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത് അല്പം ഉയരമുള്ള ബിൽഡിംഗ്, ഒരു പള്ളിയുടെ തണൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പഴയ ടിൻ ഷീറ്റ് ഒക്കെ ആയതുകൊണ്ട് കസ്റ്റമറുടെ ഒരു പ്രത്യേക താല്പര്യപ്രകാരം ഈ ഒരു പൊസിഷനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ 10 പാനലുകളാണ്. 630 വാട്ട്സിന്റെ ടോപ്പ് കോൺ ഗ്ലാസ് ടു ഗ്ലാസ് ബൈഫേഷ്യൽ ലേറ്റസ്റ്റ് മോഡൽ 10 മോഡ്യൂൾസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്തിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അതായത് ഒറ്റ ലെങ്തിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എപ്പോഴും കൂടുതലാണ്. വാക്വേയുടെ ലെങ്ത് കൂട്ടേണ്ടി വരും. എപ്പോഴും നമുക്ക് 2 റോകളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഇൻസ്റ്റലേഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ സ്ട്രക്ചറിന്റെ സ്റ്റെബിലിറ്റിക്ക് എപ്പോഴും അതാണ് നല്ലത്. പക്ഷേ ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ്. നമുക്ക് കസ്റ്റം ഡിസൈൻഡ് ആയിട്ട് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. നല്ല ഉയരത്തിൽ തന്നെ ഒരു മൾട്ടി സ്പൈക്ക് ലൈറ്റനിങ് അറസ്റ്റർ ഫുൾ SS കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം 6.3 കിലോവാട്ടാണ് ഇവിടെ കണക്ട് കപ്പാസിറ്റി കിട്ടുന്നത്. അപ്പോൾ അതിലൂടെ തീർച്ചയായിട്ടും നമുക്ക് ഒരു 5500 വാട്ടിന് മുകളിലൊക്കെ ആവറേജ് ഉയരമുള്ള ദിവസങ്ങളിൽ ലൈവ് പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. നല്ല ഉയരമുള്ള ദിവസങ്ങളിൽ 30 യൂണിറ്റിന് മുകളിലൊക്കെ നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാൻ സാധ്യതയുള്ളൊരു പ്ലാന്റാണിത്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ചാനൽ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട്, ഏകദേശം ഒരു 8 വർഷമായിട്ടൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് ആയിട്ട് അവൈലബിൾ ആണ്. വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് ഗ്രിഡ്, ഓൺ ഗ്രിഡ്, ഹൈബ്രിഡ് സിസ്റ്റത്തെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കുന്നതാണ്. സിസ്റ്റത്തിന്റെ ടോട്ടൽ സെറ്റപ്പ് ഈ രീതിയിലാണ് വരുന്നത്. മുൻപ് നമ്മുടെ വീഡിയോകളിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള 5 കിലോവാട്ട് ഈസ്റ്റ്മാൻ്റെ 10 വർഷം വാറണ്ടിയുള്ള ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 5 യൂണിറ്റ് വീതം സ്റ്റോറേജ് ഉള്ള 2 ബാറ്ററി പാക്കുകൾ, ബാറ്ററി ഡിസ്കണക്ഷൻ NCCB, അതുപോലെ തന്നെ 2 സ്ട്രിങ് വരുന്ന DC-DB, അതുപോലെ തന്നെ AC കമ്പൈനർ ബോക്സ് വിത്ത് ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ സ്വിച്ച് സംവിധാനങ്ങൾ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡ് സിസ്റ്റത്തിന്റെ വിശദമായിട്ടുള്ള സെറ്റിംഗ്സുകളൊക്കെ നമ്മൾ മുൻപ് പല വീഡിയോകളിലൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ്. അതേപ്പറ്റി കൂടുതൽ വിശദവിവരങ്ങൾ അറിയേണ്ടവർക്ക് താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ വിളിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പഴയ വീഡിയോസ് എടുത്ത് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേപ്പറ്റി മനസ്സിലാവുന്നതാണ്. ഇവിടെ നമുക്ക് 10 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ളതുകൊണ്ട് തന്നെ രാത്രി സമയങ്ങളിലൊക്കെ വീട്ടിലെ ഫുൾ ലോഡ് നമുക്ക് ബാക്കപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കും. പകൽ സമയത്ത് ഒരു 10 യൂണിറ്റ് ഉപയോഗിക്കുകയും രാത്രി 10 യൂണിറ്റ് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് KSEB കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. വളരെ വിശദമായിട്ടുള്ള ഇൻവെർട്ടർ ഡിസ്പ്ലേ ഇന്റർഫേസ് നമുക്കിവിടെ കാണാം. ഇതേ സെയിം ഡിറ്റോ കോപ്പി നമുക്ക് ഫോണിലും അവൈലബിൾ ആണ്. ഇവിടെ നോക്കിയാൽ 94% ബാറ്ററി ചാർജറാണ്. 3150 വാട്ട്സ് സോളാറിൽ നിന്ന് വരുന്നുണ്ട്. ഏകദേശം 1600 വാട്ട്സോളം വീട്ടിൽ ഉപയോഗം നടക്കുന്നുണ്ട്. പകൽ സമയത്ത് വെയിലുള്ള സമയത്തെ ഒരു പ്രൊഡക്ഷൻ രീതിയാണ് കാണുന്നത്. വീട്ടിൽ ഉപയോഗം കുറച്ചുകൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ പാനലിൽ നിന്ന് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇവിടെ 6300 വാട്ട്സ് സോളാർ പാനൽ കണക്ട് ചെയ്തിരിക്കുന്നത് തന്നെ എല്ലാ കാലാവസ്ഥയിലും ആവറേജ് പ്രൊഡക്ഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ഈസ്റ്റ്മാൻ ബ്രാൻഡിങ്ങിൽ വരുന്ന 5 യൂണിറ്റ് സ്റ്റോറേജ് വരുന്ന ലിഥിയം ഫെറോഫോസൈറ്റ് ബാറ്ററി പാക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള പോലെ തന്നെ ഇതൊരു മാസ്റ്റർ ബാറ്ററിയും രണ്ടാമത് വരുന്ന ബാറ്ററി ഒരു സ്ലേവ് അല്ലെങ്കിൽ സെക്കൻഡറി ബാറ്ററി ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടറും ബാറ്ററിയും തമ്മിൽ പ്രോപ്പറായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. AC-DBയിലേക്ക് വന്നു കഴിഞ്ഞാൽ 32 ആംസിൻ്റെ AC 2 പോൾ MCBകൾ കൊടുത്തിരിക്കുന്നത് കാണാം. കൂടാതെ നമ്മളിവിടെ കൺവീനിയൻസിന് വേണ്ടി കസ്റ്റമറുടെ പ്രത്യേക താല്പര്യപ്രകാരം ഇവിടെ ഒരു പവർ പ്ലഗ് വിത്ത് ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഓക്സിലറീസ്, അപ്പോൾ നമുക്ക് വണ്ടി വാഷ് ചെയ്യാനുള്ള പവർ വാഷർ അല്ലെങ്കിൽ ലോക്കലി എന്തെങ്കിലും വീടിൻ്റെ പുറത്ത് നടക്കുന്ന എക്സ്റ്റൻഷൻ വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരു അഡീഷണൽ സംവിധാനമാണത്. വീട്ടിൽ ആവറേജ് 20 യൂണിറ്റ് ഉപയോഗമുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഡെയിലി 20 യൂണിറ്റാണ് ഉദ്ദേശിക്കുന്നത്. KSEB കണക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അതായത് KSEB സപ്ലൈ പോയി കിടന്നാലും നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഓടണം. രാത്രി സമയത്ത് പ്രത്യേകിച്ച് പീക്ക് ടൈം KSEBയിൽ നിന്ന് വരുന്ന
റേറ്റ് വ്യത്യാസങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ പീക്ക് ടൈമിൽ 125% ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറണ്ട് ബില്ല് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അൺഇൻറ്റർപ്റ്റഡ് നമ്മുടെ വീട്ടിൽ സപ്ലൈ ഉണ്ടാവണം. നമുക്ക് അൺഇൻറ്റർപ്റ്റഡ് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേണമെന്നുള്ള ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ചെയ്യുമ്പോൾ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും നോർമലി ഒരു ഓൺ ഗ്രിഡോ അല്ലെങ്കിൽ ഒരു ചെറിയ ഓഫ് ഗ്രിഡോ ചെയ്യുന്നതിനെ അപേക്ഷിച്ച്. പക്ഷേ നമുക്ക് കിട്ടുന്ന കൺവീനിയൻസ് വളരെ വലുതാണ്. ഇത്തരത്തിലുള്ള നിരവധി ഇൻസ്റ്റലേഷൻ വീഡിയോസ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ രീതിയിൽ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് വർക്കിംഗ് കണ്ടീഷനിലുള്ള പ്ലാന്റുകൾ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുള്ളതിന് വീഡിയോസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്റ്റലേഷൻസ് ആവശ്യമുള്ളവർക്ക് അതേപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നത് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. സോളാറുമായിട്ട് റിലേറ്റഡ് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കാവുന്നതാണ്. പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിവരങ്ങൾ മനസ്സിലാവുന്നതാണ്. JK സോളാർ പവർ സിസ്റ്റംസിൻ്റെ ഒരു ഓപ്പൺ ഷോറൂം നമുക്ക് ചേർപ്പുങ്കിൽ കോട്ടയം ജില്ലയിൽ അവൈലബിൾ ആണ്. അവിടെ വന്നു കഴിഞ്ഞാൽ ലിത്തിയം ബാറ്ററി സിസ്റ്റങ്ങളെ കുറിച്ച് കൂടുതൽ വിശദ വിവരങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ഒരു 48 വോൾട്ട് വരെയുള്ള സിസ്റ്റങ്ങളുടെ ഡിസ്പ്ലേ നമുക്ക് അവിടെ അവൈലബിൾ ആണ്.